ഇന്നിതുവഴി കടന്നു പോയപ്പോഴാണ് വലിയൊരു ജനാവലി കാണാനിട വന്നത്. എമ്പുരാൻ കാണാൻ പോകുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും മലയാളം സിനിമ കണ്ട ഒരു മഹാത്ഭുതമാണ് എമ്പുരാൻ എന്നാണ് കേൾക്കാൻ പറ്റിയത്. അതിമനോഹരമായ ദൃശ്യവിസ്മയങ്ങൾ ഒരുക്കിയിട്ട് ഇന്ന് കേരള സിനിമയുടെ ഒരു വലിയൊരു ഡയറക്ടറാണ് പൃഥ്വിരാജ് എന്ന് തെളിയിച്ചൊരു സിനിമ. ആ ഒരു തിരക്കാണ് ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയത്ത് തീർച്ചയായും സിനിമ പോലെ ഇൻഡസ്ട്രി കരകയറി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടം നമ്മുടെ നാടിന് അതുകൊണ്ട് ലഭിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. എനിക്കതിലേറെ സന്തോഷം നൽകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ ഒരുപാട് സിനിമകൾ ആൾക്കാരിൽ തിന്മകൾ ഉണ്ടാക്കാൻ പ്രചോദനം നൽകുന്നുവെങ്കിൽ ലഹരിക്കും മദ്യത്തിനുമെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു വാണിംഗ്, ലഹരി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു എമ്പുരാനായി ഈ സിനിമ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം ഇതുപോലെ സിനിമകളും മറ്റും ലഹരിക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജനങ്ങളെ സ്വാധീനിക്കും. പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാറുകളൊക്കെ അഭിനയിക്കുന്ന സിനിമകളാകുമ്പോൾ സ്വാധീനിക്കും. എന്തായാലും എല്ലാ ഭാവുകങ്ങളും എല്ലാ ആശംസകളും നേരെയാണ്. ഹോളിവുഡിനെയും വെല്ലുന്ന രീതിയിലാണ് പെർഫോമൻസ് എന്നൊക്കെയാണ് കേൾക്കാൻ പറ്റിയത്. ഏതായാലും ഈ സിനിമ ഒരു വൻ വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതുപോലെ മാതൃകാപരമായിട്ടുള്ള സിനിമകൾ ഇനിയും ഇറങ്ങാൻ നമ്മുടെ നാട്ടിൽ സാധ്യമാവട്ടെ. ലഹരിക്കും മദ്യത്തിനുമെതിരെ ഇത്രയും യുവതലമുറയെ സ്വാധീനിക്കുന്ന മീഡിയകൾ രംഗത്ത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ബൈ.